ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ കുറേ കറികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ കുറേ നാളായി ഇങ്ങനെ കുക്കിംഗ് വീഡിയോ ഇട്ടിട്ട്, പിന്നെ കുറച്ച് കുക്കിംഗ് വീഡിയോ ഇടാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഞാൻ ഉച്ച വരെ എന്തൊക്കെയാണ് കറികൾ വെച്ചതെന്ന് കാണിക്കാവേ. രാവിലെ തന്നെ ഞാൻ ചപ്പാത്തിക്ക് മുട്ടക്കറിയാണ് വെച്ചേ. സവാളയും പച്ചമുളകും തക്കാളിയും കൂടെ നന്നായിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മീറ്റ് മസാലയും കൂടെ ഞാൻ അതിൻ്റെ അകത്തോട്ടിട്ട് വഴറ്റിയെടുത്തേ. അതിന് ശേഷം കുറച്ച് തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ച് നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതനുസരിച്ചിട്ട് ഒന്ന് തിക്കായിട്ട് എടുക്കണം. അത് കഴിയുമ്പോൾ നമുക്ക് പച്ചയ്ക്ക് തന്നെ കുറച്ച് പെരുംജീരകം പൊടിച്ചതും കുറച്ച് കുരുമുളക് പൊടി ഇടാവേ. അത് പച്ചയ്ക്ക് തന്നെ ഇടണം, കാരണം അതിൻ്റെ മണം വഴറ്റി കഴിയുമ്പോൾ പോവേ. അതുകൊണ്ട് ഞാൻ പച്ചയ്ക്ക് തന്നെയാണ് ഇട്ട് 2 മുട്ടയും കൂടെ ഇട്ട് എനിക്ക് മീനോട്ടിന് ഓരോ മുട്ട വെച്ചിട്ട് അത് മതിയേ ഞങ്ങൾക്ക്. അതിൽ നന്നായിട്ട് കുറുകി അതിൻ്റെ ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓഫാക്കാം. അത് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തി ഞാൻ ബട്ടർ തേച്ചിട്ടാണ് ഉണ്ടാക്കി. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ബട്ടർ കേട്ടോ. ഒരു ദിവസം ഞാൻ ബട്ടർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാമേ. അത് രാവിലത്തെ കഴിഞ്ഞു. പിന്നെ ഉച്ചക്കത്തേക്ക് ഞാൻ കരിഞ്ചാളയാണ് വാങ്ങിച്ചത്. മത്തി കേട്ടോ, കരിഞ്ചാള എന്നിവിടെ പറയും. എല്ലായിടത്തും എങ്ങനെയാണ് പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അത് ഞാൻ മുളകിട്ട് വറ്റിച്ചു. കുറച്ച് ഞാൻ കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി തേച്ച് വറുത്ത നല്ല മണമൊക്കെ ആയിരുന്നു അതിന്. അതും വറുത്തു. പിന്നെ എനിക്ക് മാത്രം കുറച്ച് മുരിങ്ങയില മെഴുക്കുവരട്ടി വെച്ചേ. മീനു കൂട്ടത്തില്ല, ചിലപ്പോഴേ കൂട്ടത്തുള്ളൂ. അപ്പോൾ എനിക്ക് മാത്രമായിട്ട് ഒരു ശകലം മതിയായിരുന്നു. അതിൻ്റെ ഒരു തേങ്ങയൊന്നും ഉണ്ടല്ലോ കേട്ടോ. അത് ഞാൻ മുരിങ്ങയില കഴിക്കാറുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയാണ് കഴിക്കുന്നത്. പിന്നെ കുറച്ച് ക്യാബേജ് തോരൻ വെച്ചേക്കാം. ക്യാബേജ് നീളത്തിൽ അരിഞ്ഞെടുക്കണം. അങ്ങനെ കുനുകുനാന്ന് കുത്തിപ്പൊടിച്ച് അതിൻ്റെ ടേസ്റ്റ് എല്ലാം പോകും. ഞാൻ നീളത്തിൽ അരിഞ്ഞെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ക്യാരറ്റും കൂടെ ഞാൻ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞിടാവേ. അതിൻ്റെ കടുക് പൊട്ടിച്ചു, ഉഴുന്നും കൂടെ ഇട്ടു. അത് നന്നായിട്ട് പൊട്ടിച്ച ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്നത് ക്യാബേജും ക്യാരറ്റും പച്ചമുളകും സവാളയും കൂടെ ഇടാവേ. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും ഇടാം. അതിൻ്റെ അകത്തൊരു കറുത്ത കരിഞ്ഞ കറിവേപ്പില ഇട്ടായിരുന്നു, അതാണ് ഞാൻ മാറ്റി കേട്ടോ. എന്നിട്ട് കുറച്ച് തേങ്ങ ഇടാം. ഒരുപാട് ഞാൻ തേങ്ങ എടുത്തത്, ഞങ്ങൾ ഒരുപാട് തേങ്ങ ഞാൻ കഴിക്കത്തില്ല, എനിക്ക് കഴിക്കരുത്. അപ്പം മീനും ശകലം തേങ്ങയൊക്കെ അവക്കും മതി കേട്ടോ, ഒരുപാട് തേങ്ങയൊന്നും വേണ്ട. അപ്പം ഞാൻ കുറച്ച് തേങ്ങ ഇട്ടുള്ളൂ. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് നമുക്കത് യോജിപ്പിച്ചെടുക്കാം. ഒരുപാട് ഇത് വെന്ത് കുഴഞ്ഞ് പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് പോകും, ഇനി വേറൊരു മണമൊക്കെ ആവുമേ. അപ്പോൾ നമ്മളിത് ഒരു ശകലം നേരം വേവിച്ചാൽ മതി, ഒരു 3/4 വേവ്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കി എല്ലാവരും. ക്യാബേജ് മിക്കവർക്കും ഇഷ്ടമല്ല, പക്ഷേ അല്ലാത്തവർ കൂടി ഇത് കൂട്ടിപ്പോകും, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം, അതിൽ കൂടുതൽ വേണ്ട. ഇത് വെന്ത് അങ്ങ് കുഴഞ്ഞു പോവേ. അതിൻ്റെ ഈ ഒരു പരുവൊക്കെ ആകുമ്പോൾ ഓഫാക്കി എടുക്കാവേ. ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ. നിങ്ങൾ എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ഓക്കെ, മറ്റൊരു വീഡിയോയുമായി നാളെ വരുന്നത് വരെ ടാറ്റാ.